ശങ്കു, ഇത് ഒരു നിയമപ്രശ്നമാണ്. ഇപ്പോൾ രണ്ട് വാദങ്ങളാണ്. മുൻപത്തേത് വഖഫിൻ്റെ ഭൂമിയാണെന്ന് ഒരു വിഭാഗം പറയുന്നു, വഖഫിൻ്റെ ഭൂമി അല്ല എന്ന് മറുവിഭാഗം പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ പറഞ്ഞതാണ്, സർക്കാരും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷവും പറഞ്ഞതാണ്, ഞങ്ങൾ ചേർത്ത് പിടിക്കും, ഒരാളെ പോലും ഈ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിച്ചു വിടില്ല. അങ്ങനെ ഒരു വാഗ്ദാനം ഇവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ യോഗത്തെ, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തെ മുനമ്പൻ ജനത പ്രതീക്ഷാപൂർവം ഉറ്റുനോക്കുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം, അതെങ്ങനെ സർക്കാരിന് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമസ്കാരം. ആദ്യമേ ഒരു തിരുത്തോടുകൂടി തുടങ്ങട്ടെ. ഞാൻ BJPയുടെ സംസ്ഥാന വക്താവല്ല, ഇന്റലക്ച്വൽ സെല്ലിന്റെ സംസ്ഥാന കൺവീനറാണ്. നോക്കൂ, സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ വിഷയം പരിഹരിക്കാൻ വഖഫ് നിയമത്തിൽ തന്നെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. വഖഫ് നിയമത്തിലെ സെക്ഷൻ 97 പ്രകാരം വഖഫ് ബോർഡിന് ഡയറക്ഷൻസ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട്. എന്നാൽ ആ അധികാരം ഉപയോഗിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ മുനമ്പത്തെ ഈ പറയുന്ന അധിനിവേശ ഭീഷണി നേരിടുന്ന തങ്ങളുടെ എത്രയോ പതിറ്റാണ്ടുകളായി തങ്ങൾ താമസിച്ചു വരുന്ന ഭൂമിയിൽ നിലനിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതുന്നൊരു സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മുടെ നാട്ടിൽ സ്വീകരിച്ചു വരുന്നത് എന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം 2022 മുനമ്പത്തെ ജനതയ്ക്ക് കരമടയ്ക്കാനുള്ള അവകാശം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കൂടി അനുവദിച്ചു കൊടുത്ത സമയത്ത് പോലും അതിനെതിരെ നിയമസഭയിൽ KPA മജീദ് അവതരിപ്പിക്കുന്ന ചോദ്യം, അധിനിവേശക്കാരെ അല്ലെങ്കിൽ കയ്യേറ്റക്കാരെ നികുതി അടയ്ക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുകയും അതിന് സംസ്ഥാന വഖഫിൻ്റെ കൂടി ചുമതലയുള്ള മന്ത്രി V. അബ്ദുറഹ്മാൻ ഒരു കാരണവശാലും മുനമ്പത്തെ ജനങ്ങളെ കരമടയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, വഖഫ് ഭൂമി തിരിച്ചു പിടിക്കുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്ന് വളരെ ഖണ്ഡിതമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടെ 3 സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ, വയനാട്ടിലും പാലക്കാടും അതേപോലെ തന്നെ ചേലക്കരയിലൊക്കെ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ മുനമ്പത്തെ വിഷയം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒരു വല്ലാത്ത തരത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് കണ്ടപ്പോൾ തൽക്കാലം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇവരുടെ ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ നാളെ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ അങ്ങനെ ഒരു കടുത്ത നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവരുടെ മുന്നേയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ മുനമ്പത്തെ ജനങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അനുഭാവം പുലർത്തുന്ന ഒരു സമീപനമല്ല ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ്, ഇവിടുത്തെ പ്രശ്നത്തിനുള്ള ഏറ്റവും ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന വഖഫ് നിയമത്തെ തന്നെ ഭേദഗതി ചെയ്യുന്ന കേന്ദ്ര പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ഭേദഗതി നിയമങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ പ്രശ്നം ഇരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമത്തിൽ തന്നെയാണ്. ഈ രാജ്യത്തെ ഏത് ഭൂമിയെയും വഖഫ് ഭൂമിയായി പരിവർത്തനം ചെയ്യാൻ വഖഫ് ബോർഡുകൾക്ക് അധികാരം കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അന്യായമായി രാജ്യത്തെ ഏത് ഭൂമിയും, ഈ വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 എന്താ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ എന്നൊരു ചോദ്യം ഉണ്ടായാൽ അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെയാണ്. സാമാന്യ നീതിയുടെ പോലും ലംഘനമാണ്. നോബഡി ഷാൽ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്ന് പറയും. നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു തർക്കത്തിൽ നമ്മൾ തന്നെ ന്യായാധിപനാവാൻ പാടില്ല, നിഷ്പക്ഷനായിട്ടുള്ള ഒരാളാണ് ന്യായാധിപൻ. എന്നാൽ ഇവിടെ ഏത് ഭൂമിയും വഖഫാണോ അല്ലയോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ വഖഫ് ബോർഡിന് തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കാം. തന്നെയുമല്ല, വഖഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. അത് ആർക്കേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ? വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ. വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിനുമുള്ള അപ്പീൽ പോലും സാധ്യമല്ല. ഹൈക്കോടതികൾക്ക് പോലും അത് പരിശോധിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ ഒരു പഴുതടച്ച നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ രാജ്യത്തെ വഖഫ് ഭൂമിയുടെ തോത് അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വഖഫ് നിയമം എന്ന് പറയുന്ന 1995 പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. 1995 നമ്മൾ വഖഫ് നിയമം പാസ്സാക്കുന്ന ഘട്ടത്തിൽ ഈ രാജ്യത്തെ ആകെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 4.5 ലക്ഷം ഏക്കർ ഭൂമിയായിരുന്നു. എന്നാൽ 2006 രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ 10 വർഷത്തിന് ശേഷം രണ്ടാമത് വഖഫ് ഭൂമിയുടെ സർവേ നടത്തിയപ്പോൾ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു, രാജ്യത്തെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷമാണ്. 6 ലക്ഷം ഏക്കർ. 2024 ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത് വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് എന്ന് പറയുന്നത് 9 ലക്ഷം ഏക്കർ എന്നാണ്. അതായത് 1995 4.5 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്ന വഖഫ് ഭൂമി 2024 ആകുമ്പോഴേക്കും 30 കൊല്ലം കൊണ്ട് ഇരട്ടിയായി മാറുന്ന മഹേന്ദ്രജാലം. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും മോഹം തോന്നിയതുമായിട്ടുള്ള ഏത് ഭൂമിയെയും വഖഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരം നിങ്ങൾ വഖഫ് ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭൂമി മുഴുവൻ വഖഫ് ഭൂമിയായി മാറും. ഇന്ന് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞാൽ, പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ് കഴിഞ്ഞാൽ, റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവുടമസ്ഥൻ വഖഫ് ബോർഡാണ്.
8.5 ലക്ഷം പ്ലോട്ടിലായിട്ട് 9 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണെന്നാ ഇപ്പൊ JPC മുന്നിൽ വന്നിട്ടുള്ള, ഇപ്പൊ നിയമം JPC പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. JPC മുന്നിൽ വന്നിട്ടുള്ള ക്ലെയിമുകളിൽ പറയുന്നത് 38 ലക്ഷം ഏക്കറോളം ഭൂമി ക്ലെയിം ചെയ്യുന്നുണ്ട് വഖഫ് ബോർഡ് എന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഭൂമിയുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ മുനമ്പത്തെ ഭൂമിയുടെ കാര്യം നമുക്ക് എടുക്കാം. മുനമ്പത്തെ ഭൂമി എങ്ങനെയാണ് വഖഫ് ആവുന്നത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ചോദ്യത്തിൽ തുടങ്ങുന്നുണ്ട് ആ പ്രശ്നം. കാരണം എന്താണ് മുനമ്പത്തെ വഖഫ് തർക്കത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്താ? 1902 ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ള കച്ചി മേമൻ വിഭാഗത്തിൽപ്പെടുന്ന സത്താർ സേട്ട് എന്ന് പറയുന്ന ആൾക്ക് മഹാരാജാവിന്റെ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ദിവാൻ പാട്ടമായിട്ട് ഏതാണ്ട് 400 ഏക്കർ ഭൂമി കൊടുത്തു. കൃഷി ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ മുനമ്പത്തെ വേളാങ്കണ്ണി കടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ 400 ഏക്കർ ഭൂമി കൊടുത്തു എന്നുള്ളതാണ്. 1948 ഈ പറയുന്ന സത്താർ സേട്ടിന്റെ പിൻഗാമിയാണെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിരുന്ന ജുമൈദ ബീഗോ അങ്ങനെ എന്തോ ഒരു സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള സത്താർ സേട്ട് ഈ ഭൂമി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യാണ്. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട്. കാരണം 1948 ആയപ്പോഴേക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്ന ഒരു ഓഫീസ് ഇല്ലാണ്ടായി. തിരുവിതാംകൂർ മഹാരാജാവ് കൊടുത്തിട്ടുള്ള പാട്ടത്തിന് പിന്നെ എന്ത് പ്രസക്തിയുള്ളത്? അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയായി മാറി. 2, ഈ പറയുന്ന സത്താർ സേട്ട് സ്വന്തം പേരിലേക്കും സ്വന്തം ഉപ്പയായിട്ടുള്ള മുസൽമാൻ സേട്ടിന്റെ പേരിലേക്കും ഈ ഭൂമി രജിസ്റ്റർ ചെയ്യാണ്. അതിനുശേഷം 1950 ഇദ്ദേഹം ഇത് ഫാറൂഖ് കോളേജിന് എടപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടുള്ള ഒരു തീരാധാര പ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഫാറൂഖ് കോളേജ് അവകാശപ്പെടുന്നത് അത് ഗിഫ്റ്റ് ഡീഡാണ് എന്നാണ്. വഖഫ് ആണ് എന്നുള്ള വാദം ഫാറൂഖ് കോളേജ് അംഗീകരിക്കുന്നില്ല. ഇഷ്ടദാനം തന്നു എന്നാണ്. ഈ കരാറിൽ പോലും ഈ പറയുന്ന വിൽപ്പന തീരാധാരത്തിൽ പോലും എഴുതിയിട്ടുള്ളത് ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫാറൂഖ് കോളേജിന് നൽകുന്നു. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇതിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഈ ഭൂമി എനിക്കോ എൻ്റെ പിൻഗാമികൾക്കോ മടക്കി കിട്ടേണ്ടതാണ് എന്നാണ്. വഖഫാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. വഖഫ് കനോട്ട് ബി കണ്ടീഷണൽ. വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നാണ്. ഒരിക്കൽ നിങ്ങൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി തിരിച്ചെടുക്കാൻ പറ്റില്ല. വഖഫ് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം തന്നെ പ്രൊഹിബിഷൻ എന്നാണ്, നിരന്തരമായിട്ടുള്ള നിരോധനം എന്നാണ്. അപ്പൊ ഇദ്ദേഹം ഈ ഭൂമി നിങ്ങൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് എനിക്കോ എൻ്റെ പൂർവികർക്കോ മടങ്ങി വരുമെന്ന കണ്ടീഷൻ വെച്ചപ്പോൾ തന്നെ ആ കണ്ടീഷൻ കൊണ്ട് തന്നെ ഇത് വഖഫ് അല്ല എന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളൊരു ഭൂമി, ഫാറൂഖ് കോളേജിന് ഇഷ്ടദാനം കിട്ടിയ ഭൂമി, ഫാറൂഖ് കോളേജ് 1989 1991 ഇടയ്ക്കുള്ള 3 വർഷങ്ങൾ കൊണ്ട് ഏതാണ്ട് 144 ഏക്കർ ഭൂമി വില മേടിച്ച് വിറ്റു. 33 ലക്ഷം രൂപ മേടിച്ചിട്ട് ഏതാണ്ട് 331 ആധാരങ്ങളിലൂടെ 144 ഏക്കർ ഭൂമി വിറ്റു. അവര് വിറ്റ ഭൂമി കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ള ആൾക്കാർ സർക്കാർ തീരുവയും നികുതിയും കരമൊക്കെ അടച്ച് സ്വന്തം പേരിൽ പട്ടയം നേടിയതിനു ശേഷം അവിടെ പതിറ്റാണ്ടുകളായി ജീവിച്ചു വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് വഖഫ് ഭൂമിയാണെന്നൊരു അവകാശവാദവുമായിട്ട് വഖഫ് ബോർഡ് വരുമ്പോൾ അതിനെന്ത് ധാർമ്മികമായിട്ടുള്ള അധികാരമാണുള്ളത്? അത് എന്ത് തരത്തിലുള്ള ന്യായമാണ് മുന്നോട്ട് വെക്കുന്നുള്ള ചോദ്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കൊടുത്ത് മേടിച്ചിട്ടുള്ള ഭൂമിയിൽ, പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ഭൂമിയിൽ ജീവിക്കാൻ ഈ മനുഷ്യർക്ക് 100% അവകാശമുണ്ട്. ഈ പറയുന്ന ഇവരുടെ തീരാധാരം കൊണ്ട് തന്നെ ഇത് വഖഫല്ല എന്നത് വളരെ വ്യക്തമായ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ സർക്കാരിന് വളരെ കൃത്യമായിട്ട് സെക്ഷൻ 97 പ്രകാരം വഖഫ് ബോർഡിനോട് ഈ ഭൂമിയുടെ മുകളിലുള്ള എല്ലാ ക്ലെയിമും ഉപേക്ഷിക്കണമെന്നും ഈ ഭൂമി സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ വഖഫ് ഭേദഗതി നിയമങ്ങൾ പാസ്സാക്കുകയും ഇത്തരത്തിലുള്ള അന്യായമായി ഭൂമി കൈവശപ്പെടുത്തുന്ന പ്രവണതയ്ക്ക് തന്നെ ഒരു നിരന്തരമായിട്ട് അവസാനം വരുത്തുകയാണ് ചെയ്യേണ്ടത്.